ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൽ ആനന്ദിച്ചപ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത്. സംരക്ഷണം നമുക്ക് വേണം. നമ്മുടെ ബുദ്ധി, നമ്മുടെ കഴിവ്, നമ്മുടെ പരിശ്രമം ഒക്കെ പരാജയപ്പെടുന്ന സമയമുണ്ട്. എന്തും എപ്പോ വേണമെങ്കിലും നമുക്ക് സംഭവിക്കാം. അതുകൊണ്ട് ഒരു ദൈവിക സംരക്ഷണത്തിന്റെ ഒരു കവചം നമുക്ക് വേണം. പാപത്തിലേക്ക് വീഴാതിരിക്കാൻ, ഇടറിപ്പോകാതിരിക്കാൻ, വിശുദ്ധ ജീവിതത്തിന്റെ വഴികളിൽ വ്യതിചലിക്കാതിരിക്കാൻ, പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ, കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകാതിരിക്കാൻ എല്ലാത്തിനും ഒരു ദൈവിക സംരക്ഷണം വേണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക, എന്നിട്ട് ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി, ആ സ്നേഹം, ആ ക്ഷമ, ആ സഹനം, ആ നന്മ ഒക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവിക സംരക്ഷണം നമ്മുടെ കൂടെ പുറപ്പായിട്ട് മാറിക്കോളും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടണോ? എളുപ്പ വഴി അവിടെ വചനം പറയുന്നുണ്ട്. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഇതാര് പറഞ്ഞതാ? ദൈവം പറഞ്ഞാണല്ലോ. കർത്താവ് പറഞ്ഞു, കർത്താവിൽ ആനന്ദിക്കുക, അപ്പൊ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരൂന്നാ കർത്താവ് പറഞ്ഞു. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ദൈവം സാധിച്ചു തരും. ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, എല്ലാ ആഗ്രഹങ്ങളും ദൈവം സാധിച്ചു തരും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിവിടെ അത് വായിച്ചത് ഇങ്ങനെയാണ്, കർത്താവിൽ ആനന്ദിക്കുക, കർത്താവ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ. നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് പറയാം, നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ആഗ്രഹങ്ങൾ സാധിച്ച് കിട്ടട്ടെ, എന്നിട്ട് ഞാൻ ഇവിടെയാണ് നമ്മുടെ എല്ലാ പ്രശ്നം കിടക്കുന്നത്. അതൊന്ന് ശരിയാകട്ടെ, സമാധാനം കിട്ടുവച്ചാ. കെട്ടിയോനൊന്ന് ഈ കുടി നിർത്തിയിരുന്നെങ്കിൽ എപ്പോഴേ സമാധാനം ഉണ്ടായേനെ. മക്കളൊന്ന് നന്നായിരുന്നെങ്കിൽ എപ്പോഴേ സമാധാനം ഉണ്ടായിരുന്നെങ്കിൽ. ഈ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർന്നെങ്കിൽ സമാധാനം ഉണ്ടായേനെ, സന്തോഷമായേനെ അച്ഛാ. ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പ്രശ്നങ്ങൾ നമ്മുടെ കൂടപ്പുറപ്പാണ്. മനുഷ്യ ജീവിതത്തിന്റെ കൂടപ്പുറപ്പാണ് എല്ലാ ദിവസവും അനുദിന ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ. ഇവിടെ വചനം പറയുന്നു, ഇതിനൊരു റിവേഴ്സ് ഓർഡർ ആണ് ദൈവം നമ്മളോട് പറയുന്ന. ആനന്ദത്തിന്റെ കാരണമായിട്ടും അതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനമായിട്ട് വചനം പറയുന്നത്, കർത്താവിൽ ആനന്ദിക്കുക, അപ്പോൾ നിന്റെ ആഗ്രഹങ്ങൾ കർത്താവ് സാധിച്ചു തരും. കർത്താവിൽ ആനന്ദിക്കുക, അപ്പോൾ അവിടുന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഇപ്പൊ നമുക്കിപ്പോ ആനന്ദിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം. പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കും നിൽക്കുന്നത്. ചിലവരല്ല, അച്ഛാ തീയുടെ നടുവിലാണ് നിൽക്കുന്നത്. തീ പൂജ്യം വെച്ചോ, വട്ടപൂജ്യം ഒന്നുമില്ല, മുന്നോട്ട് ഒരടി വെക്കാൻ പറ്റുന്നില്ല അച്ഛാ. ഓരോരോ പ്രശ്നം, ഒരെണ്ണം തീർന്നപ്പോ അടുത്തത്. മറ്റേ കുരിശിന് വേണ്ടി നമ്മൾ ചില പ്രവർത്തിക്കും, ഒരു വേദന തീരും മുമ്പേ മറ്റൊന്ന്. നല്ല പരിചയമുണ്ട്. ഇപ്പോഴെല്ലാം കർത്താവ് പറയുന്നത്, ഇന്ന പ്രശ്നങ്ങളുടെ നടുവിൽ കർത്താവിൽ നിനക്ക് ആനന്ദിക്കാൻ പറ്റുമോ? അങ്ങനെ ആനന്ദിക്കുമ്പോഴാണ് നിന്റെ പ്രശ്നങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിപാലനയുടെ കരം നീ അനുഭവിക്കുന്നത്. അപ്പോസ്തലന്മാർ അതല്ല ചെയ്തേ. 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ജയിലിലിട്ടു. ജയിലിൽ കിടക്കുക. എന്നിട്ട് പിറ്റേ ദിവസം വിചാരണയ്ക്ക് എടുക്കണം. ചിലപ്പോൾ കഴുത്തൊക്കെ വെട്ടി കളയാം, കൊല്ലാം. ഇപ്പൊ മരണം മുന്നിൽ കണ്ട് അപ്പോസ്തലന്മാർ കിടക്കുക. പ്രശ്നമില്ലാത്തതാണോ? അപ്പൊ പ്രശ്നമുണ്ട് അല്ലെ? മരണമാണ് മുന്നിൽ. എത്ര ദിവസം ഈ ജീവിതം നീളോന്ന് അറിയില്ല. മരണം മുന്നിൽ കണ്ട് കിടക്കുന്ന അനുഭവമാണെന്ന് വിചാരിക്കേ. അതുപോലെ ചില രോഗങ്ങളോ ചില പ്രശ്നങ്ങളോ നിങ്ങളെ വേട്ടയാടുന്നുണ്ടെന്ന് കരുതട്ടെ. മരണം മുന്നിൽ കണ്ട് കിടക്കുമ്പോഴും ഇവര് ചെയ്തത് ഒറ്റ കാര്യം അവിടെ എഴുതി വെച്ചിട്ടുള്ളൂ. ഇവര് പറഞ്ഞു, നമുക്കിരുന്ന് ദൈവത്തെ ആരാധിക്കാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഇരുന്ന് ദൈവത്തെ ആരാധിച്ചു, ദൈവത്തിൽ ആനന്ദിച്ചു. വചനം പറയുന്നു, ആ സഹനത്തിന്റെ വേദനയുടെ കല്ലറയുടെ തടവറയുടെ നടുവിൽ കടന്ന് അവര് ദൈവത്തെ ആരാധിച്ചപ്പോ കർത്താവിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടല്ല ദൈവത്തിൽ ആനന്ദിച്ചത്, ദൈവത്തെ ആരാധിച്ചത്. മറിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൽ ആനന്ദിച്ചപ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത്. കർത്താവിൽ ആനന്ദിക്കുന്നത്, ഞാൻ എന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും ഞാൻ ദൈവത്തിൽ ആനന്ദിക്കുക, ഞാൻ ദൈവത്തിൽ സന്തോഷിക്കുക.